ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ മാതാപിതാക്കളെ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ ബെനഡിക്റ്റ് പ്രയർ 68-ാം ദിനം. ഈ പ്രഭാതത്തിൽ മക്കൾ ഉണരുമ്പോൾ അവരെ അനുഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 13-ാം വചനം. അപ്പനായ തോബിത്ത് തന്റെ മകനായ തോബിയാസിന് നൽകുന്ന നിർദ്ദേശങ്ങളിൽ അലസത ദാരിദ്ര്യത്തിന്റെ മാതാവാണ് എന്നും അത് നാശത്തിനും പട്ടിണിക്കും കാരണമാകുന്നുവെന്നും മകനെ പഠിപ്പിക്കുന്നു. പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ മടി, അലസത എന്ന മൂലപാപം വിട്ടുമാറി ഉത്സാഹത്തോടുകൂടി അധ്വാനശീലരായി കഠിനാധ്വാനം ചെയ്യുവാനും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്തോടെ ചെയ്തു തീർക്കുവാനും മടി കൂടാതെ എല്ലാ കാര്യങ്ങളിലും തീക്ഷ്ണതയുള്ളവരാകുവാൻ, പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിലും തീക്ഷ്ണതയുള്ളവരായി ദൈവസ്നേഹത്തോട് ചേർന്ന് നിന്ന് അധ്വാനശീലരായി നന്മയായി തീരുവാൻ നമുക്കവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. തോബിത്ത് 4:13. അലസത നാശത്തിനും പട്ടിണിക്കും നിദാനമാകുന്നു. അലസതയാണ് ദാരിദ്ര്യത്തിന്റെ മാതാവ്. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കൾ അലസതയെ മടി ഉപേക്ഷിച്ച് ഉത്സാഹത്തോടെ അധ്വാനശീലമുള്ളവരായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ എല്ലാ പരിശ്രമങ്ങളെയും അധ്വാനത്തെയും അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ. അങ്ങയിൽ നിന്ന് അകലുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ. സർവോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ. ഓ ഈശോനാഥ, ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങയോടുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനുള്ള കൃപ അവിടുന്ന് നൽകണമേ. അങ്ങനെ മക്കളെല്ലാവരും അങ്ങയെ എപ്പോഴും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ. ആമീൻ.